ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് എന്നെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാൻ സംസാരിക്കാൻ പോണത്. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. എനിക്കിവിടെ ഈ പേഴ്സണലായിട്ട് ഞാൻ ഈ പറയുന്ന വ്യക്തികളെ എനിക്ക് യാതൊരു തരത്തിലുള്ള ദേഷ്യമോ വൈകാര്യമോ ഒന്നുമില്ല കേട്ടോ. ഞാൻ എനിക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ സമൂഹത്തിനോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്റെ അഭിപ്രായം എന്താണെന്ന് എന്നിൽ എന്താണ് ശരി എന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു തരാൻ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാനൊരു BJP പാർട്ടിയോ ഞാനൊരു കോൺഗ്രസ്സുകാരിയോ ഞാനൊരു മാർക്സിസ്റ്റുകാരിയോ അല്ല. ഞാൻ എന്താ ഏതൊരു പാർട്ടിയും ഞാൻ അതിഥി കറിഞ്ഞ് സ്നേഹിക്കുന്നില്ല കേട്ടോ. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലാത്തവളാണ്. എനിക്ക് ഇഷ്ടം ചോദിച്ചാൽ ഞാൻ വോട്ട് ചെയ്യുന്ന സമയമാകുമ്പോൾ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന ആൾക്ക് ഞാൻ വോട്ട് കൊടുക്കും. അല്ലാതെ ഞാൻ ഇന്ന പാർട്ടിയാന്ന് പറഞ്ഞാൽ ഞാൻ കൊടി പിടിച്ച് നടക്കും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. കാരണം എനിക്ക് അത് ഇഷ്ടമല്ല. ഞാൻ നല്ല മനസ്സുള്ള ആൾക്കാരെയാണ്, അതായത് ഞാൻ നല്ല വ്യക്തികളെയാണ് ഞാൻ തെരഞ്ഞെടുക്കുള്ളൂ. ഞാൻ എപ്പോഴും ഞാനത് തെറ്റുള്ള ന്യായമുള്ള ആൾക്കാർ ഞാൻ ന്യായം തന്നെ പറയും, തെറ്റുള്ള കാര്യങ്ങൾ ഞാൻ തെറ്റ് തന്നെ പറയും കേട്ടോ. അപ്പോ നമുക്കറിയാം, ഇവിടെ നമ്മുടെ BJP ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രഗിളും അദ്ദേഹത്തിന്റെ ഒരു ഗട്സും സ്റ്റാമിനൊക്കെ കൊണ്ട് തന്നെയാണ്. ഞാനൊരു BJP നിങ്ങൾക്ക് ചിലപ്പോൾ അതൊക്കെ തോന്നാം, നീ BJP ആയിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഗൈസ്, ഞാൻ ആരുമല്ല, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. നമ്മുടെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ നമുക്ക് കുറച്ച് ബഹുമാനം, കുറച്ച് റെസ്പെക്ട് ഉണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമല്ലായിരിക്കാം. ആ വ്യക്തി ഒരു തരത്തിലും ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇന്ന് രാജ്യം ഭരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നത്, അത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം ഇതുള്ള സംഭവമാണ്. അപ്പോ ഇതിനെ കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിൽ അതെങ്ങനെ എല്ലാ വ്യക്തികളും ഒരുപോലെ കാണണം എന്നില്ല. ചിലവര് ആ ഒരു ഇതില് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലവർ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഇന്ന് രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നതിൽ ഒട്ടും യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. കാരണം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളും നമുക്ക് കൊടുക്കും. നമുക്ക് എല്ലാവർക്കും പറയാം ജാൻമണി, അതായത് നമ്മുടെ ജാനു എന്ന് പറയാം. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണ് കേട്ടോ. കാരണം ഞാൻ ഇതുവരെ ഒരു തരത്തിൽ ഞാൻ ഈ ഒരു വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ. ബിഗ് ബോസ് പറഞ്ഞപ്പോഴും ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും ഞാൻ ചിലപ്പോൾ കുറ്റപ്പെടുത്തിയിരുന്നില്ല. കാരണം എനിക്ക് ഇഷ്ടമാണ്. കാരണം ആ ഒരു വ്യക്തിയുടെ ശൈലിയും കാര്യങ്ങളും സംഭാഷണവും നമ്മുടെ വീഡിയോസും ഓരോ ട്രോളും കാര്യങ്ങളൊക്കെ ഇതാകുമ്പോൾ ചിലപ്പോ ഓരോന്ന് പറയുമ്പോൾ എന്റെ മനസ്സ് ഇറങ്ങാറുണ്ട്. എന്തിനാണ് ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്, ആൾക്കാർ എന്തിനാ കമന്റ് ചെയ്യുന്നത്, ഇവരൊക്കെ മനസ്സ് വേദനിപ്പിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഒരിക്കലും ഈ ഒരു വ്യക്തിയെ, ജാൻമണി എന്ന വ്യക്തിയെ കുറ്റം പറയാൻ വന്നതല്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം, ഇതൊരു ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ വന്ന് പറയുന്നതാണ്. അപ്പോൾ ജാൻമണി എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞൊരു വീഡിയോ കാണിച്ചു കേട്ടോ. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാ കിളവന്റെ ഫ്രണ്ട് തമ്പാക്കു ഇങ്ങനെ അതിന്റെ തമ്പാക്കു ഉണ്ടല്ലേ ഇങ്ങനെ കയറുന്നത്, ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. അച്ഛൻ മരിച്ചുപോയി 1947, നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട്. ഓക്കെ, ഇതാണ് ജാൻമണി എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞൊരു കാര്യം. വളരെ മോശമായിട്ടുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം ഞാൻ ആ വ്യക്തിയെ പറയുന്നത്, ജാൻമണി എന്ന വ്യക്തിയെ പേഴ്സണലായിട്ട് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. ആ വ്യക്തി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു അഭിപ്രായത്തോട് ഞാൻ ഒട്ടും യോജിച്ച് പോകുന്നില്ല കേട്ടോ. വളരെ മോശമായിട്ടുള്ളൊരു വരികളാണ് ഈ പറഞ്ഞത്. കാരണം എന്താ വെച്ചാല് അച്ഛന്, അതായത് അവരുടെ പാരന്റ്സിന്, പ്രധാനമന്ത്രിയുടെ പാരന്റ്സിനെയാണ് ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കിളവൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഒട്ടും റെസ്പെക്ട് ഇല്ലാത്ത പോലെയല്ലേ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ. കിളവൻ എന്നൊക്കെ പറയുന്ന സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ ഇത് കാണുന്നുണ്ട്. ആ കുട്ടികൾ ഇതൊക്കെ എന്താ മനസ്സിലാക്കുക? കാരണം ഇത്രയും
ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ അത് കുറെ കുട്ടികളെ തെറ്റായ വഴിക്ക് പോവാൻ ചാൻസ് ഇല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ച് റെസ്പെക്റ്റോടെ വേണ്ടേ പറയാൻ. കാര്യം എന്താണെങ്കിലും നരേന്ദ്രമോദിയെ ചിലപ്പോൾ ആർക്കും ഒന്നും ഇഷ്ടമുണ്ടായിരിക്കില്ല. പക്ഷെ അദ്ദേഹം അവിടെ പോയി ഇരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു റേഞ്ച് എത്രത്തോളം ആയിരിക്കില്ല. അതുകൊണ്ട് മാത്രമല്ല ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ പോയി ഇരുന്നാ പോലെ, നമ്മളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുന്ന നമുക്കൊരു യോഗ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ. അപ്പൊ ഇവിടെ പിന്നെ ഒരു മോദിയുടെ പ്രതിത്വത്തിനെ ചോദ്യം ചെയ്തു എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് കമന്റ് വരുന്നുണ്ട്. ഇതൊക്കെ അതായത് അവിടെ നമുക്കൊരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികള്, അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, നമുക്ക് ഓപ്പണായിട്ട് പറയാം. അദ്ദേഹം ഇന്നതാണ്, തെറ്റ് ചെയ്തു, നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒന്നും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാം. പക്ഷേ അതിന് കവിഞ്ഞൊന്നും പറയുന്നത് ആവരുത്. അതായത് നമ്മൾ ആരായാലും ശരി, നമ്മുടെ ഏത് മനുഷ്യന്മാരായാലും ശരി, നമ്മൾ ഏത് സ്ഥാനത്ത് നിൽക്കുന്നവരായാലും ശരി, അതിന് കവിഞ്ഞ് നമ്മുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറയുന്നതായിരിക്കരുത്. നരേന്ദ്രമോദി എന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരക്കേടില്ല. ഇത് അവരുടെ ഫാമിലിനെ കുറിച്ചാണ് പറയുന്നത്, അവരുടെ അച്ഛനെയും അമ്മേനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് ഒരു വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കേസ് കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ ജാൻമണിക്കെതിരായിട്ട് കേസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസിനെതിരെ കേസെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാതാവിനെയും അധിക്ഷേപിച്ചുവെന്ന പരാതിയിലാണ് നടപടി. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസാണ് പരാതി നൽകിയത്. ഹാഷ്മി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസിൽ പ്രഥമ മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. കോഴിക്കോട് സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഈ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഈ നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലിക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ BNS-ലെ 192 അതുപോലെ 356 2 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ മാതാവിനെയും അപകീർത്തികരമായ ഒരു പരാമർശം നടത്തിയെന്ന പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. BJP ആണ്, നവ്യ ഹരിദാസാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. ഈ സംസ്ഥാന വ്യാപകമായി ഈ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ എല്ലാ മണ്ഡലം കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായ എല്ലാ പോലീസ് സ്റ്റേഷനിലും കേസ് കൊടുക്കാനാണ് BJP ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പരാമർശത്തിൽ ഇപ്പോൾ ജാൻമണി ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് ക്ഷമ ചോദിക്കുന്നു എന്ന പേരിലായിരുന്നു ആ പോസ്റ്റ് ചെയ്തിരുന്നത്. അതായത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല അങ്ങനെ പറഞ്ഞത് എന്നും തന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചെങ്കിൽ ക്ഷമിക്കണം എന്നുമായിരുന്നു ഇന്നലെ ഒരു പോസ്റ്റ് ജാൻമണി ഇട്ടിരുന്നത്. ഏതായാലും നിലവിൽ മഹിളാ മോർച്ചയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഹാഷ്മി, ഓക്കെ, ഇതാണ് കേസ്. വളരെ മനോഹരമായിട്ട് എന്താണ് വ്യക്തമായിട്ട് നമുക്ക് പറയുന്നുണ്ട്. കാരണം അത്രയധികം നമ്മുടെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചതിന് മാത്രമാണ് ഈ ഒരു വ്യക്തിക്കെതിരായിട്ട് കേസെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ടും മറ്റുള്ളവര് അതെങ്ങനെ ബാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമായിരിക്കും കേട്ടോ അത് പറയേണ്ടത്. കാരണം ഞാനൊരു കാര്യം പറയാം. അതായത് ജർമ്മനി എന്ന വ്യക്തിയെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടം പോലെ. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലരും ഇപ്പോ കമന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡൽഹി പ്രക്ഷോഭത്തിന് പോയി അവിടത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ജർമ്മനിന് ഒരുപാട് കുറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത്രയും പാവം പിടിച്ചൊരു വ്യക്തിയായിരുന്നു, അങ്ങനെയൊക്കെയാണോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ ഫ്രണ്ട്സും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണോ ജാൻമണി എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതായത് എന്തും പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ എന്റെ കൂടെ നിൽക്കുന്നു, അതുകൊണ്ട് എനിക്ക് എന്തും പറയാനുള്ളൊരു ധൈര്യത്തിലാണോ പറഞ്ഞത്? എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. കാരണം ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോ കുറെ കാര്യങ്ങളായി, കുറെ തവണയായി ഇങ്ങനെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇതൊക്കെ വളരെയധികം കൂടുതലാവുന്നുണ്ട് എന്നാണ് എന്റെ. പിന്നെ ഇതിനെതിരായിട്ട് ഞാൻ പറഞ്ഞല്ലോ മഹിളാ മാർച്ച്, അതായത് കേസ് കൊടുത്ത അത് നമ്മളൊരു BJP പാർട്ടിയുടെ ഒരു അംഗം പറയുന്ന ഇതുണ്ട്. നമുക്ക് അതും കൂടി നോക്കാം കേട്ടോ.
അതെ, പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടും അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയിട്ടുള്ള അമ്മയെ വരെ പരിഹസിക്കുന്ന തരത്തിലാണ് ഒരു വീഡിയോ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ജാൻമണി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആർക്കും എന്തും ആർക്കെതിരെയും വിളിച്ചു പറയാം എന്നുള്ളൊരു സന്ദേശമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് പ്രകടമാകുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ മഹിളാ മോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയിലുള്ള പരാതിയാണ് ഇന്ന് നൽകിയിട്ടുള്ളത്. ഇതിനെ തുടർന്ന് നാളെ രാവിലെ 10 മണിക്ക് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെത്തും. ഇവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പരാതി എല്ലാ സ്റ്റേഷനുകളിലും ഞങ്ങൾ എത്തി. ഇങ്ങനെ ആ മാപ്പപേക്ഷ അവർ തന്നെ പറയുന്നുണ്ട്, പലയിടങ്ങളിൽ നിന്നും ആളുകൾ വിളിച്ചു രൂക്ഷമായിട്ട് അവരെ വിമർശിച്ചു എന്ന്. അങ്ങനെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങിയ സമയത്താണ് അത് പിൻവലിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാപ്പ് പറയുന്ന വീഡിയോയുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. അങ്ങനെ എന്തും പറഞ്ഞതിന് ശേഷം ഒരു മാപ്പ് പറഞ്ഞാൽ ഒതുങ്ങി തീരുന്നതല്ല വിഷയങ്ങൾ. അവർ ഡിലീറ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുമ്പോഴും ഇന്നും ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ അത് വീണ്ടും വീണ്ടും അതെടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു മാപ്പപേക്ഷ കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമല്ല ഇത് എന്നുള്ളത്. നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ് മഹിളാ മോർച്ച മുൻപോട്ട് വെക്കുന്ന ആവശ്യം. അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയി എന്ന് പറയുമ്പോൾ ആ തെറ്റ് എങ്ങനെയാണ് പറ്റിയതെന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരം തെറ്റുകൾ എങ്ങനെയാണ് ഒരേ ആളുകളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതും വളരെ വ്യക്തമായിട്ട് അവരുടെ ഭാഗം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് കാര്യം, എന്തുകൊണ്ടാണ് ഈ ഒരു കേസ് കൊടുത്തത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ ഇതാണ് അവരുടെ ഭാഗത്ത് കേൾക്കാനുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായി നടന്നതിന് ശേഷം, അതായത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ജാൻമണി, മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ഒരു ക്ഷമാപണം നടത്തിയിട്ടുണ്ടായിരുന്നു, ക്ഷമ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് വരാം കേട്ടോ. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സെക്കൻഡ് പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോntന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മുടെ ഇവിടെ തന്നെയല്ല, ഡൽഹിയിലെ ഒരു കോntന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എന്റെ മലയാളം രീതി പറയാൻ അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വാക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാൻബ എങ്ങനെയാണ്, ഇതാ ശരിയില്ലതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുന്നത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യും എനിക്ക് അതിലെ, കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ എന്ന വ്യക്തി ഇങ്ങനെ തുറന്നടിച്ച് പറഞ്ഞു വളരെയധികം മോശമായിട്ടാണല്ലോ പറഞ്ഞത്. അപ്പൊ അതിനുശേഷം താൻ പറഞ്ഞ കാര്യം വളരെ മോശമായി പോയി, ഞാൻ പറഞ്ഞ കാര്യങ്ങള് അദ്ദേഹത്തെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ക്ഷമാപണം നടത്തി. പക്ഷെ ക്ഷമ ചോദിച്ചത് മൂലം അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഉണ്ടായ കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായ ഒരു ഇത് ചിലപ്പോൾ അദ്ദേഹത്തിന് അറിഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ ചിലർ വിചാരിക്കും അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കാണെന്ന്. കാരണം പാർട്ടിക്കാര് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നല്ല, കാരണം അത്രയും ഒരു നല്ലതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുമ്പോൾ വളരെ കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി അല്ലേ, അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ച് എടുക്കേണ്ട ഒരു ആവശ്യമല്ല. ഇത്രയും ഈ ഒരു സോഷ്യൽ മീഡിയ എന്താന്നൊക്കെ ജാൻമണിക്ക് അറിയാലോ. ജാൻമണി പറയുമ്പോ ജാൻമണിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ പറയുന്നത്, അതായത് ഡൽഹി പ്രക്ഷോഭത്തിലൊക്കെ പോയതിന് സ്ഥിതിക്ക് കുറെ പോസിറ്റീവ് കമന്റും അതേപോലെ തന്നെ കുറെ ആൾക്കാർ ജാൻമണിയുടെ കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലെ പുറത്താണ് പറഞ്ഞതെന്നാണ് എന്റെ അഭിപ്രായം. എന്നിരുന്നാലും നമ്മളൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ എന്റെ അഭിപ്രായം ഇതാണ് കേട്ടോ. ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് ഇവിടെ കുറ്റം പറഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നരേന്ദ്രമോദി, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മളൊരു വ്യക്തിയെ പറയുമ്പോൾ അത് കുറച്ച് ആലോചിച്ചിട്ട് വേണം പറയാൻ. സമൂഹത്തിന് മുന്നിൽ എന്തായാലും അദ്ദേഹം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളും ചിലർക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല, ചിലർക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരിക്കില്ല, ചിലർ ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അത് ദ്രോഹിക്കാതിരിക്കുക. കാരണം എന്തായാലും അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും പോകുന്നില്ല. അതായത് ആ ഒരു സമയം കഴിയും വരെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് പോകില്ല. അപ്പൊ നമുക്ക് എന്തായാലും അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക.
ഒന്നില്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി അല്ലേ